Good morning. Have a nice day. Very morning. Happy Sunday. ഞാനേ ഇന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആ ഒരു സംഭവം പറയാൻ പോകുന്നു. എന്താന്ന് വെച്ചാലേ ഇപ്പോഴ് കുറേ നമ്മളെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ച കുറേ ലേഡീസ് വരും. അവരൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുവാണല്ലോ നമ്മളെ പ്രവർത്തന മേഖല. അപ്പം അവർക്കൊന്നും പഴയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ശരിക്കും ചരിത്രം പറയുമ്പോൾ ഇവർക്കൊരു ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഓരോ ഫാമിലി എന്താണ്, അല്ലെങ്കിൽ ഓരോ ഫാമിലീൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇവരൊക്കെ മുന്നിലേക്ക് വിളിച്ച് നിർത്തുന്നവർക്ക് ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം അവരാണ് മുൻകൈ എടുത്തിട്ട് വൃത്തികേട് പറയാനും അവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്നും അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നതും ശല്യം ചെയ്യുന്നതും. ഭർത്താക്കന്മാരെപ്പരം കൂടിയിട്ടേ ഒറ്റക്കല്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ തോക്കിൽ നല്ല നിറച്ച് ശക്തമായ വെടിയുണ്ട്. ഈ വെടി വെച്ച് കഴിഞ്ഞാൽ പലരെ വീട്ടിലും ഇവരൊന്നും പെണ്ണുങ്ങളും ഉണ്ടാവില്ല. ആണുങ്ങളെല്ലാം സർക്കാർ ചെലവിൽ ഭക്ഷണവും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമല്ല, വേണ്ടി വന്നാൽ എടുക്കും. അതൊന്നും എന്നെ ബാധിക്കുന്ന ഒന്നല്ല. പിന്നെ അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളതൊരു കുറേ ഒരു പുറത്തിറങ്ങാത്ത പറഞ്ഞാൽ അവൾ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു ഒന്നുമല്ല. അതായത് അടുക്കളയിൽ മാത്രം ഒതുങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്ത് എപ്പോഴും എൻ്റെ അമ്മ റേഷൻ ഷാപ്പ് ഉപരോധം, ആ ഉപരോധം, ഈ ഉപരോധം, മാർച്ച്, വളയൽ, പിന്നെ പ്രതിഷേധിക്കൽ, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങും എപ്പോഴും. വന്ന് കഴിഞ്ഞാൽ ഈ അമ്മാമ്മമാരെ ഭരണത്തിൽ അമ്മ ജീവിക്കുന്നത് ഇവിടെ ആട്ടും തുപ്പുമാണ്. നമ്മളത് കണ്ടിട്ട് തന്നെയാണ് ജീവിച്ചത്. ആട്ടും തുപ്പും. പിന്നെ ഞങ്ങൾ അപ്പുറത്തുള്ളൊരു നമ്പൂതിരിയുണ്ട്. ഈ എപ്പോഴെങ്കിലും വരുന്ന അമ്മേൻ്റെ സ്വന്തം ഏട്ടനുണ്ട്. ബാക്കി ചെയ്യുന്നത് 3 അമ്മാവന്മാരാണ്. അതിൽ ഒരാൾ പൊതുപ്രവർത്തനമുള്ള ആളാണ്. അയാൾക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബാക്കി 2 ആൾ വല്ലാണ്ട് മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്യുമായിരുന്നു അമ്മേനെ അന്ന്. പിന്നെ അതുകൂടാണ്ട് ഈ അമ്മേൻ്റെ ഏട്ടൻ എപ്പോഴെങ്കിലും വരും. വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുള്ളവർ വല്ലാണ്ട് അങ്ങ് സ്ക്രൂ കയറ്റി കൊടുത്തിട്ട് അയാളെ വകയുണ്ട്. ആട്ടും തുപ്പും. പ്രേതം, കൂളി, മറ്റോള്, മറിച്ചോള്, ഇങ്ങനെ ശല്യം ചെയ്തിട്ട് ആ പണ്ടത്തെ ഡയലോഗെല്ലാം ഇളക്കും. അങ്ങനെ അതൊക്കെ സഹിച്ചിട്ട് ഈ അമ്മ വർഷങ്ങളോളം ഈ സംഭവത്തിന് പോയി ഇന്നും പോകുന്നുണ്ട്. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ ഇപ്പം അമ്മേനെ ആരും വിളിക്കുന്നില്ല. 4 ദിവസം മുന്നേ ഇവിടെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു. ആ അനുസ്മരിച്ച അദ്ദേഹത്തിൻ്റെ മകളും അമ്മയും ക്ലാസ്മേറ്റാണ്. അപ്പോൾ എല്ലാ വർഷവും ഇവരെ അവിടെ വെച്ച് കാണും. ഇവരെ സൗഹൃദം പുതുക്കും. ഈ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാരണമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അമ്മക്ക് മനസ്സിലായിട്ടില്ല. കാരണം അമ്മ എൻ്റെ ചാനൽ കാണുമ്പം അമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ഈ അമ്മ കണ്ണൂരേക്ക് ഒരു മാർച്ചിന് പോയി. രാവിലെ 8 മണിക്ക് ഇടുന്ന് പോയതാണ്. കാണുന്നില്ല. അന്ന് ഫോണില്ലാന്ന് തോന്നുന്നു. അമ്മക്ക് മൊബൈലെല്ലാം ഉണ്ട്. എങ്ങനെയും വരുന്നില്ല. ഞാനും കുഞ്ഞോളും ഒറ്റയ്ക്ക്. രാത്രി 9:30 എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഇത് എവിടെ പോയി, എങ്ങനെ പോയി, വല്ല അടിയും കിട്ടി ജയിലിലായോ ഒന്നും അറിയുന്നില്ല. കാണുന്നേയില്ല. അവസാനം വന്നു രാത്രി 9:30 ആരോ ഈ കടേൻ്റെ അടുത്ത് കൊണ്ടാക്കി. അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് ഇതുപോലെ റോഡ് സൗകര്യം, വാഹന സൗകര്യം ഒന്നുമില്ല. പിന്നെ
പുറത്തുനിന്ന് ദാഹിച്ച വെള്ളം കുടിക്കൂല. ഉപ്മാവ്, അവല് ഇങ്ങനെയുള്ള സാധനങ്ങളാക്കിയിട്ടാ പോവുക. അപ്പം ഇതെല്ലാം പട്ടിണി കിടന്നിട്ട് എവിടെയെങ്കിലും വീണു ഒന്നും അറിയുന്നില്ല. അപ്പം വന്നപ്പോൾ പറഞ്ഞ എന്നാന്നറിയോ, ഞാൻ കുറച്ച് പഴമൊക്കെ വാങ്ങി, നേന്ത്രപ്പഴം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഒരാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണാൻ പോയി. ഒരു അമ്മക്ക് പ്രിയപ്പെട്ട ഒരു നേതാവിനെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു ഒറ്റക്കോന്ന്. അല്ല, വേറെ ആളുണ്ടായിനെ പറഞ്ഞു. ഒന്നും പറയാനില്ലല്ലോ. സ്വന്തം പട്ടിണി കിടന്നിട്ട് അദ്ദേഹത്തിനുള്ളതും വാങ്ങിയിട്ടാണ് പോയത്. ഇവിടുന്ന് രാവിലെ കുറച്ച് അവല് കുഴച്ചതും റവ ഉപ്മാവോ അങ്ങനെ എന്തോ എടുത്തിന്. അവല് ബസ്സിൽ നിന്ന് തന്നെ എല്ലാവരും കൂടി ഷെയർ ചെയ്തിന് പറഞ്ഞു. സന്തോഷം. ഉപ്മാവ് മാത്രമായിരിക്കും പിന്നെ ബാക്കി, അത് വന്നിട്ട് അറിയുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ ഇതൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ഇതൊക്കെ ഇപ്പം ഇളക്കുന്നതെന്ന് അല്ലേ? പറഞ്ഞുതരാം. ഇനിയാണ് കാര്യം. അതായത് അവരവരെ പിന്നെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് മാക്സിമം ഇതാക്കി, പിന്നെ പൈസ ഉണ്ടാക്കേണ്ടവർ പൈസ ഉണ്ടാക്കി, എൻജോയ് ചെയ്യേണ്ടവർ എൻജോയ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫിലേക്കെല്ലാം വന്നവരാണ് ഇപ്പോഴത്തെ ആൾക്കാർ. ഈ അമ്മേനെ പോലെ 10-75 വയസ്സായിട്ട് അന്നില്ലവരെല്ലാം കുറേ ഒതുങ്ങിപ്പോയി. കാലും കൈയും എല്ലാം മനുഷ്യന് വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ 10 വർഷമായിട്ട് ഈ അമ്മ ഞങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള പുളിയും ഈ കാടും വൃത്തിയാക്കാൻ പറയുന്നുണ്ട്. ഈ എൻ്റെ ചാനലിലൂടെയും എൻ്റെ ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്കത് സുപരിചിതമാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് അത് വീണ്ടും വീണ്ടും പറയുന്നത്? എത്രയോ പഴകി പൂത്ത കാട്, പകൽ പോലും ഞങ്ങൾ ഡോറ് തുറക്കാറില്ല. പിന്നെ ഒരു ലോക്കൽ ചാനൽ വന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തതിന് അയാളെ ഭീഷണിപ്പെടുത്തിന് ഈ സ്ഥലത്തിൻ്റെ ഓണർ. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ ഓണറും നമ്മളെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനാണ്. അതാ ഞാൻ ആദ്യം ഇട്ട വീഡിയോ. എന്ത് സേഫ്റ്റി വേണമെങ്കിലും ഇനി പോയാൽ മതി. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനൊരു കാടില്ല, ഇങ്ങനൊരു പുളിയില്ല, ഇങ്ങനൊരു മരവും ഇല്ല. മാസം ആ പറമ്പ് വൃത്തിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം ലെറ്റർ തന്നിട്ടുണ്ട്, കയ്യിലുണ്ട്. അപ്പം ഇത്രയും സംഭവം ഇവിടെ വെച്ചിട്ട് ഈ അമ്മ എന്നെപ്പോലെയല്ല. അമ്മേൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു? മാക്സിമം താണ് കേണിട്ട്. അതുകൊണ്ട് ഈ അമ്മക്കും എൻ്റെ മക്കൾക്കെല്ലാം ഈ നാട്ടിൽ 100-ൽ 100 എനിക്ക് 100-ൽ 0 ആണ്. എൻ്റെ മാർക്ക് 100-ൽ 0. അമ്മക്കും എൻ്റെ മക്കൾക്കും എല്ലാം 100-ൽ 101. അമ്മക്ക് 110. കാരണം പ്രതികരിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ 110 മാർക്കിലെ ലേഡി നാളെ മറ്റന്നാളോ മരിക്കാനിരിക്കുന്ന ആൾ 1000 പ്രാവശ്യം പറഞ്ഞു. 1000 അല്ല, നമ്മളൊരു 10 വർഷത്തിലധികമായി രേഖാമൂലം തന്നെ കൊടുക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം പറയും പിന്നെയും കൊടുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്ത് ഇപ്പം മതിയായി, ശരിക്കും മതിയായി. അപ്പം ഈ ലാസ്റ്റ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോ ഇടുന്നതുകൊണ്ടായിരിക്കും അയാൾ വന്ന് നോക്കിയിട്ട് പറയാം, അപ്പം ഈ വീട്ടിൽ അപ്പുറത്തുനിന്ന് എല്ലാ ഇലയുണ്ട്, ആദ്യം നിങ്ങളെ വീട് വൃത്തിയാക്ക്, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഞാനത് പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കയറി കണ്ടറിയാവുന്ന അവസ്ഥയാണ്. പിന്നെ ഈ പുളീൻ്റെ ഇല മൊത്തം ടെറസിലും വീട്ടിലും മേലെയും വീഴുന്നതുകൊണ്ട് ഈ 75 വയസ്സായൊക്കെ മുറ്റടിക്കാനാവില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം മുറ്റടിച്ചിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അമ്മക്ക് എല്ലാ ദിവസവും മുറ്റടിക്കണം. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ അമ്മേനെ അടിക്കാൻ മുറ്റടിക്കാൻ ഞാൻ വിടലില്ല. എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കട്ടെ, ആര് കണ്ടാലും നമുക്ക് നാണക്കേടൊന്നുമില്ല എന്നാണ് ഞാൻ പറയൽ. പലയാളും എൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് മുറ്റടിച്ചുകൂടെയെന്ന്. വേറെ ആളെ പറമ്പ് നില വീണ് വൃത്തികേടാവുന്നത് നമ്മൾ എത്രത്തോളം അടിക്കൽ. പുളീൻ്റെ ഇലയും നെല്ലിൻ്റെ ഇലയും അടിക്കുന്നത് ലേഡീസിൻ്റെ അടുത്ത് ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ചിട്ട്. അത് ഈ പിന്നെ പണ്ട് കാലത്തെ 30 വർഷം മുമ്പേ ഇതിന് വേണ്ടി മെനക്കെട്ട് ആട്ടും തുപ്പും വീട്ടിൽ നിന്ന് കേട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീ ആകെ റിക്വസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് അല്ല, പിന്നെ എൻ്റെ മോക്കോ മോനോ ജോലി കൊടുക്കണം എന്നല്ല, യാതൊരു വിലപ്പെട്ട കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ ഇത്രയും ദ്രോഹിച്ചത് അമ്മക്ക് അറിയുന്നതായിട്ടും അമ്മ ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം നമുക്ക് അങ്ങനെ വേണ്ടി വരുന്ന പറയുന്നത്. പണ്ടത്തെ 9ാം ക്ലാസ്സാണ്, ചുരുങ്ങിയ വിവരമൊന്നുമല്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തം മോളാണോ വലുത് നാട്ടുകാരാണോ എന്ന്. അന്നേരം പറയുന്നത് എന്താണെന്നറിയോ? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം കുറച്ച് അതൊക്കെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് ഇവർക്ക് ഈ മരിക്കുന്നതിന് മുന്നേ ഈ സ്ത്രീയോട് അവർക്കുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കാമല്ലോ. ഏത്
ഒരു കാര്യമില്ലാത്തൊരു കോടീശ്വരൻ്റെ, ഒരു കാര്യമില്ലാത്തൊരു ഒരു ഒരു നാഷണൽ വേസ്റ്റായ ഒന്നുമില്ലാത്ത ഒരു കോടീശ്വരൻ, അയാളെ വക യാതൊന്നും സമൂഹത്തിന് കിട്ടിയിട്ടില്ല, ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ ഒരു പുളി, അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ ഒരു പുളി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിൻ്റെ ഒരു പ്ലാവ്, അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു ശ്മശാനം ആരും ഉപയോഗിക്കാത്ത, അത് വേറൊരാളത്. ഇതൊക്കെ ഇടക്കിടക്കുമ്പോൾ സാമാന്യ മര്യാദയിൽ ആ ഒരു 75 വയസ്സായ പെണ്ണുങ്ങളോട് ഒരു നീതി ഇവർക്ക് പുലർത്തിയാൽ എന്താണ് പ്രശ്നം? എന്താണ് ഇവർക്ക് പ്രശ്നം? ഇവർക്ക് എന്താ അഴിഞ്ഞു പോകുന്നത്? ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? ആ പുളി മുറിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞല്ലോ അതിന് വില കാണുന്നില്ല എന്ന്. കാരണം അയാൾ അത് കൊടുത്തിട്ടാണ് റേഷൻ വാങ്ങുന്നത്. അപ്പം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭക്ഷണമാണല്ലോ വലുത്. പിന്നെ ഇത്രയും ദ്രോഹിച്ചിട്ട് ഈ മരിച്ചതിന് ശേഷം കുറേ ആൾ വരിക, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഹൈ ലെവലിലിരിക്കുന്ന ഒരാളെ ഇവർ വിളിച്ച് പറയും, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വരണമെന്ന്. അതിലൊന്നും ഒരു പുല്ലും ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഇല്ല. ജീവിച്ചിരിക്കുമ്പം കൊടുക്കാത്ത യാതൊരു പരിഗണനയും മരിച്ചിട്ട് വേണ്ട. എനിക്ക് അന്നും ഇന്നും എന്നും ഈ ഒറ്റ വാക്കേ എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ. ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത ഒരു പരിഗണനയും മരിച്ചിട്ട് വേണ്ട. അത് നിങ്ങൾ ആലോചിച്ചോ. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ഒന്നും മരിച്ചിട്ട് വേണ്ട. എല്ലാവരോടുള്ള പകരം വീട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കും. എൻ്റെ തോക്കിൽ ശക്തമായ വെടിയുണ്ട്, ഞാൻ വേണ്ടി വന്നാൽ പ്രയോഗിക്കും. ഓക്കെ, അതുകൊണ്ട് പിന്നെ എല്ലാം നിസ്സാരമായിട്ട് കാണാനോ, ഏത് കാലം ഒരാൾ ക്ഷമിക്കുന്നോ, ഏത് കാലം ഒരാളെ നേരെ കയറാനോ നിങ്ങൾ ധരിക്കരുത്. ഇതൊക്കെ എവിഡൻസോടുകൂടി സംസാരിക്കുന്നതാണ്, പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. നമ്മളായിട്ട് ആരെടുത്തും ഒന്നിനും ഇറങ്ങിയതല്ല. ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. വേണ്ടി വന്നാൽ ഉണ്ട എടുക്കും. ഉണ്ട ധാരാളമുണ്ട്, എടുക്കും. എല്ലാ ദിവസവും ഉണ്ട എടുത്തുകൊണ്ടിരിക്കും. അത് പ്രയോഗിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എൻ്റെ കയ്യിൽ, എൻ്റെ കാലിൻ്റെ ഇടയിലാണ് പന്ത്, എൻ്റെ കാലിൻ്റെ ഇടയിലാണ് പന്ത്. അപ്പം അത് ഞാൻ തീരുമാനിക്കും എപ്പോൾ അടിക്കണം എപ്പോൾ അടിക്കണ്ടെന്ന്. നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ കളിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ പിന്നെ കളിച്ചാൽ മതി. കാരണം ചവിട്ട് കിട്ടിയ പാമ്പ് എങ്ങനെയാണ് ആ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരു നല്ല ചവിട്ട് കിട്ടിയിട്ട് തിരിച്ച് കടിക്കാൻ പറ്റാതെ ആളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പാമ്പുണ്ടല്ലോ, ആ അവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാ വെള്ളവും അങ്ങനെ പിന്നെ അരിയിട്ട് വേവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയുള്ള വെള്ളം ഉണ്ടെങ്കിൽ വാങ്ങി വെച്ച് ഞാൻ ഈ ഉണ്ട പ്രയോഗിക്കാനും, ഞാൻ ഇത് പറയാനും, ബന്ധുക്കളെ കാര്യം, നാട്ടുകാരെ കാര്യം, ദ്രോഹം ചെയ്തവരെയും കുറേ ആണുങ്ങളെ പേരും പെണ്ണുങ്ങളെ പേരും, വീട്ടിൽ കയറി വന്ന് അടികിട്ടിയവൻ്റെതും പിന്നെ ഒരുപാട് ചരിത്രം, കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് പൊട്ടിച്ചടി കിട്ടിയവൻ്റെതും, പിന്നെ കുളിക്കുമ്പോൾ എത്തി നോക്കുന്നവർ, മുഴുവൻ ചരിത്രം ഇനി പറഞ്ഞിട്ടേ ജീവിക്കൂ. അത് പറയാനായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. അത് പറയാനായിട്ട് തന്നെയാണ് ഇപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്കിത് പറഞ്ഞിട്ട് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് അനുഭവിച്ചത്, ഇന്ന് പറഞ്ഞത്, ഇന്ന് മനസ്സിൽ ഞാൻ അനുഭവിച്ചത് എൻ്റെ അമ്മ നേരിട്ട പീഡനമായിരുന്നു. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എന്താവശ്യത്തിന് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നും ആവശ്യപ്പെടാതെ ഒരാളെ പീഡിപ്പിക്കുന്നെന്തിന്? നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ലല്ലോ, ആരതും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ദ്രോഹിക്കുന്നതിനൊരു കണക്കുണ്ട്. അപ്പം ഇത് കാണുന്ന എല്ലാവരും സമൂഹത്തിൽ എന്ത് നടക്കുന്നതെന്ന് അറിയണം. ഇതിൽ എനിക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. എല്ലാവരും ചോദിക്കുന്ന പൈസ ഉണ്ടാക്കാനാണോ, റീച്ചിനാണോ, പിന്നെ അതിനാണ്, ഒന്നിനുമല്ല. എനിക്കിത് പറയാനുള്ള ഒരു മാധ്യമം മാത്രമാണിത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു മാധ്യമം. പറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടുതൽ പറയും. ഇനിയും വരാനുണ്ട്, ഒരുപാട് വരാനുണ്ട്.
പിന്നെ 48 കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചതിൽ ഒരു 10 നിങ്ങൾ മൈനസ് ചെയ്തോ. അപ്പോൾ ഒരു 38 കൊല്ലത്തെ സ്റ്റോറി ഉണ്ട് ഒരാൾ അറ്റാക്ക് ചെയ്തത്. അത് കുറച്ച് മനുഷ്യരൂപമില്ലേ, പിന്നെ ആരും ഹെൽപ്പും ഇല്ലാണ്ട് ജീവിച്ച ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് മരിക്കുന്നത് വരെ പറയാനുണ്ട്. ബോറടിക്കാൻ പാടില്ല. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ എഴുന്നേൽക്കണം. 10 20 വർഷം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് കാര്യമില്ല. ആ സമയത്ത് എഴുന്നേൽക്കണം. ആ സമയത്ത് എത്ര ഉന്നതനായാലും അയാളെ നേരെ നിങ്ങൾ പ്രതികരിക്കണം. എത്ര ഉന്നതനായാലും ഏത് പൊസിഷനിലിരിക്കുന്ന ആളായാലും നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കണം. അപ്പം തന്നെ നീതിക്കായിട്ട് പോരാടണം. ഇല്ലെങ്കിൽ നമ്മളെ ലൈഫ് വേസ്റ്റ് ആവും. ഓക്കേ, നാളെ കാണാം.